ഭഗവതി, കച്ചേരിക്ക് പോയ എന്റെ കൊച്ചുങ്ങളെ കാത്തോളണേ. ദേവിയേ, ദേവിയേ. എന്താ മുത്തശ്ശ? ദേവി, കച്ചേരി പരിപാടിക്ക് പോയ നമ്മുടെ കുട്ടികൾ വന്നോ? മഴയൊക്കെ അല്ലേ മുത്തശ്ശ, കച്ചേരിപ്പടി ബ്ലോക്കാ. കച്ചേരിപ്പടിയല്ല, കച്ചേരി. ഈ പരിപാടിക്ക് പോയ നമ്മുടെ കുട്ടികൾ വന്നോന്ന്. കമ്മിറ്റിക്കാര് പിടിച്ചു വെച്ചിട്ടുണ്ടാവും. പഴയ പോലെ അല്ല, കമ്മിറ്റിക്കാര് ഭയങ്കര കർശനക്കാരാ. ഇപ്പോഴത്തെ കമ്മിറ്റിക്കാരൊക്കെ എന്ത്, അതൊക്കെ പണ്ടത്തെ നാട്ടും പുറത്തുള്ള കമ്മിറ്റിക്കാര്. കച്ചേരി എങ്ങാനും പൊളിഞ്ഞ തെങ്ങയെ കെട്ടിയിട്ട് അടിക്കുക, കയ്യെ കർപ്പൂരം കത്തിച്ച് വെക്കുക, കവിളത്ത് ശൂലം കൊണ്ട് കുത്തുക, കേൾക്കുമ്പോ തന്നെ ഒരു തരിപ്പല്ലേ. പിന്നെ നമ്മുടെ കുട്ടികൾ ടൗണിൽ പരിപാടിക്ക് പോയത് എന്തായാലും ഭാഗ്യം. അതെന്താ? കമ്മിറ്റിക്കാർക്ക് കെട്ടിയിടാനായിട്ട് അവിടെ മരങ്ങളൊന്നും ഇല്ലല്ലോ. ആരാ പറഞ്ഞേ? ഇപ്പൊ കമ്മിറ്റിക്കാര് കെട്ടിയിടുന്ന മെട്രോന്റെ തൂണുമേലാ. എന്റെ ദൈവമേ, എന്നത്തെയും പോലെ കമ്മിറ്റിക്കാരുടെ കൂമിന് കുത്തും മേടിച്ചോണ്ടായിരിക്കുമല്ലോ ഇവന്മാര് വരുന്നത്. എന്നാ ഞാൻ വെള്ളം ചൂടാക്കട്ടെ? കുടിക്കാനാണോ? അല്ല, കുളിക്കാൻ. അവര് നീർക്കെട്ടായിട്ടായിരിക്കില്ലേ വരുന്നത്. അവന്മാർക്ക് നീർക്കെട്ടു, എനിക്കാണ് ഒടുക്കത്ത കപക്കെട്ടു. എന്നത്തെയും പോലെ പരിപാടി പൊളിഞ്ഞിട്ടുണ്ടാകും. താൻ ഒറ്റയ്ക്കാണല്ലോ വന്നത്. ഓ, എന്താ പറയാ, കച്ചേരി പൊളിയുമ്പോ ഒറ്റയ്ക്കാണോ രണ്ടുപേരാണോ നോക്കാൻ പറ്റുമോ? തെക്ക് വടക്കങ്ങ് ഓടി. പിന്നെ രാമൻ എന്തിയേ? ഓ, രാമന്റെ കാര്യം ഒന്നും പറയാതിരിക്കുക നല്ലത്. ആ കമ്മിറ്റിക്കാരെ രാമന്റെ തല മണ്ണി കുഴിച്ചിട്ടിട്ട് കാലിന്റെ പാദത്തിൽ ഇക്കിളിയായിക്കൊണ്ടിരിക്കുക. എന്നെ ഒന്ന് ശ്രമിച്ചു നോക്കി, അങ്ങോട്ട് ഏറ്റില്ല. അതെന്താണാവോ? എന്റെ കാലിൽ മൊത്തം ആടിയല്ലേ. ഗോപി എന്തേ? ഓ, ഒരു ഗോപി ഉണ്ടായിരുന്നു. തലക്കിട്ട് വാക്കില്ലാതെ ഒരു അടി കിട്ടിയപ്പോ അതങ്ങോട്ട് മാഞ്ഞു പോയി. എന്റെ ഗോപി എന്തേന്ന്? അമ്മാവന് ഗോപിയല്ലല്ലോ, അമ്മാവന് ചന്ദനക്കുറിയല്ലേ. ഇതെന്താ വൈഫൈയുടെ ചിഹ്നമാണോ? എന്റെ കുട്ടികള് രാമനും ഗോപി എന്തേന്ന്? ഞാൻ എത്തി മുത്തശ്ശ. ഉണ്ണിമാങ്ങ ഇപ്പൊ വന്നു. ഓ, നിന്റെ അടുത്ത് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നീ ഉണ്ണി ഇല്ലെങ്കിൽ മാങ്ങ അങ്ങനെ വിളിക്കുക. അതുമല്ലെങ്കിൽ ഒരു തേങ്ങയും വിളിക്കണ്ട. ഗോപി, രാമൻ എന്തേ? ഓ, കമ്മിറ്റിക്കാർ ഇക്കിളിയാക്കി തീർന്നു കാണത്തില്ല. ഇക്കിളിയൊക്കെ കഴിഞ്ഞു. ഇപ്പൊ അവിടെ സേവ നടന്നുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ഷേവും ചെയ്ത് പിന്നെ എവിടെ പോകാൻ പോയി? കേവല്ല, കല്ല് സേവ. കല്ല് സേവ തുടങ്ങി. ഇനി പറ്റിറങ്ങുമ്പോഴേ രാമേട്ടൻ ഇങ്ങോട്ട് വരൂ. വന്നു. എന്തിനാ പിന്നെ ഇങ്ങനെ കൊലക്കുടി കുടിക്കുന്നത്? അങ്ങനെ പറഞ്ഞാലേ എനിക്ക് ടോണ് കിട്ടുള്ളേ. ഇത്രയും നേരം രാമൻ ഇത് എവിടെ പോയിരിക്കുവായിരുന്നു? കലാലോകത്തിന് ഞാൻ ചെയ്ത സംഭാവനയ്ക്ക് കമ്മിറ്റി എനിക്കൊരു പുരസ്കാരം തന്നു. ഇതിന്റെ ഇടയ്ക്ക് നീ കല്യാണ വീട്ടിൽ പോയി സംഭാവനയും കൊടുത്തു? കല്യാണത്തിനല്ല, കലാലോകത്തിന് ഞാൻ നൽകിയ സംഭാവനയ്ക്ക് ഒരു പുരസ്കാരം തന്നു. എന്ത് പുരസ്കാരം? ഒരു ഫുള്ളും ഒരു പാക്കറ്റ് അച്ചാറും. അത് കഴിച്ചോ? കമ്മിറ്റിക്കാര് നിർബന്ധിച്ചപ്പം ഒരു സ്വല്പം അവർക്ക് കൊടുത്തു, ബാക്കി ഞാൻ കഴിച്ചു. രാമേട്ടന്റെ ഈ കുടി കാരണം എന്തെല്ലാം പ്രശ്നങ്ങളാണ് നടക്കണമെന്ന് അറിയാമോ? രാമേട്ടൻ കുടിച്ച് ബോധമില്ലാതെ സ്ത്രീകളെയൊക്കെ വളരെ മോശമായിട്ടാണ് നോക്കുന്നത്. രാമേട്ടൻ എപ്പോഴെങ്കിലും നമ്മുടെ ചേട്ടത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഗോപി, ഡയറ്റിംഗ് ആണെന്നും പറഞ്ഞ് ആരെങ്കിലും മെനു കാർഡ് നോക്കാതിരിക്കുമോ? അതൊക്കെ പോട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം അറിയാമോ? പക്കമേളക്കാർ ഇനി കച്ചേരിയിലേക്ക് വരില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനും എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് ആലോചിക്കുക. രാമ, ഇങ്ങോട്ട് വരിക. എന്താ അമ്മാവാ? ഇനി മുതൽ കടം വായിക്കണമെങ്കിൽ എനിക്ക് പൈസ കിട്ടിയേ പറ്റൂ. അമ്മാവൻ എന്തായി പറയുന്നേ? അമ്മാവൻ കച്ചേരിക്ക് കടവല്ലേ വായിക്കുന്നത്, പിന്നെന്തിനാ പൈസ? ഗോപി, അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക, കടം വായിക്കണമെങ്കിൽ പൈസ തരണമെന്ന്. ഏട്ടൻ പറഞ്ഞത് ശരിയല്ലേ? കടം വായിക്കുമോ പിന്നെന്തിനാ പൈസ തരുന്നത്? എന്നാ ഒരു കാര്യം ചെയ്യാം, ഇനി മുതൽ ഞാൻ കച്ചേരിയിൽ ഇടയ്ക്ക് വായിക്കാം. എന്താ അമ്മാവൻ ഈ പറയുന്നത്? കച്ചേരിക്ക് ഇടയ്ക്ക് വായിച്ചു കഴിഞ്ഞാൽ എന്റെ താളം മൊത്തം പോകത്തില്ലേ? വായിക്കുവാണെങ്കിൽ ആദ്യം തൊട്ട് വായിക്കണം. ഇടയ്ക്ക് വായിക്കാന്നല്ല, പിന്നെ ഇടയ്ക്ക അത് വായിക്കാന്ന്. മനസ്സിലായോ? എല്ലാരോടും കൂടി ഒരു കാര്യം പറയാം. മറ്റന്നാ പട്ടാമ്പിയിലാണ് കച്ചേരി. പക്കമേളക്കാരില്ല. നമ്മൾ ഇനി എന്ത് ചെയ്യും? അല്ലയ്യ? അല്ല മുത്തയ്യ. എന്റെ മനസ്സിലൊരു ആശയം തോന്നുന്നുണ്ട്. എന്താ ആശയം? ഈ പട്ടാമ്പിയിലെ പരിപാടി നമുക്ക് ട്രാക്കിട്ട് പാടിയാലും. ട്രാക്കിട്ട് പാടാ? ഇത് രാജീവ് മെഴുകുന്ന ട്രാക്കുകാരല്ല, കച്ചേരിയാണ്. ഞാനൊരു ഐഡിയ പറയാം. നമ്മുടെ പറമ്പിൽ പണിയെടുക്കുന്ന ബംഗാളി രാജ് ബാബു ഇല്ലേ? രാജ് ബാബുവിനെ കൊണ്ട് നമ്മുടെ പക്കമേളം വായിപ്പിച്ചാലോ? എന്താ ഗോപി പറയുന്നേ? സംഗീതം എന്ന് പറഞ്ഞാൽ അവന്റെ ഏഴൊരുക്കത്തിന് പോയിട്ടില്ല. അവന് സംഗീതത്തെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ? 24 മണിക്കൂറും ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേൾക്കുന്ന അവന് സംഗീതത്തെ കുറിച്ച് അറിയില്ലെന്നോ? അവനെല്ലാം അറിയാം. ഞാൻ അവനെ വിളിച്ചിട്ടുണ്ട്. രാജൻ ബാബു, ഇതിനാവോ?
ജിങ്കിലി മമ്മ ജിങ്കിലി മാരലിയേ ആഹാ ജിങ്കിലി മമ്മ ജിങ്കിലി മാരലിയേ എന്നെ സാർ വിളിച്ചത്? ഞാൻ പറഞ്ഞില്ലേ ഇവനെല്ലാം അറിയാന്ന്. ഇവനിപ്പോ പാടിയത് ബംഗാളിയിലെ ഏതോ ഒരു കീർത്തനമാണ്. ഹിന്ദുസ്ഥാനി സംഗീതവുമായി ഇവൻ അഭേദ്യമായ ബന്ധമുണ്ട്. ഗോപി, ഹിന്ദുസ്ഥാനിയായിട്ട് അവൻ എങ്ങനെയാ ബന്ധം വരുന്നേ? ഹിന്ദിക്കാരനല്ലേ, ഹിന്ദുസ്ഥാനായിട്ട് ബന്ധം വരും. ഞാനിപ്പോ തെളിയിച്ചു തരാം. ജബരോങ്കി സിന്ദഗി ജോ ഭി ഖദർ ജാത്തെ ഹൈ. ജാതി ഹേ. ഞാൻ പറഞ്ഞില്ലേ ജാതി ഹേ. അവൻ എല്ലാ കാര്യങ്ങളും അറിയാം. രാജ് ബാബു, 2 ദിവസം കഴിയുമ്പോ പട്ടാമ്പിയിൽ ഒരു വർക്കുണ്ട്. എത്ര സാക്കിന്റെ പാർക്കാണ് സാർ? കോൺക്രീറ്റ് അല്ല, അപ്പത്തെ തേപ്പായിരിക്കും. തേപ്പും കോൺക്രീറ്റ് ഒന്നും അല്ല, കച്ചേരിയാണ്. കച്ചേരിയിൽ രാജ് ബാബു പക്കമേളം വായിക്കണം നിങ്ങളുടെ. സാറേ, ഞാൻ എന്നാ ജോലി വേണേലും ചെയ്യും. പക്ഷെ എനിക്ക് ശമ്പളം എന്റെ കയ്യിൽ വേണ്ട, എന്റെ ബാങ്കിന്റെ അക്കൗണ്ടിൽ ഇട്ടാ മതി. ഉണ്ണിമാമേ, ഓ. പെട്ടെന്ന് അവന്റെ ബാങ്ക് ഡീറ്റെയിൽസും പാൻ കാർഡ് ഡീറ്റെയിൽസും ചോദിക്കോ? അതെ, നിന്റെ പാൻ ഡീറ്റെയിൽ പറയാ. പാൻ ഡീറ്റെയിൽസാ? കുട്ക, പാൻ പരാഗ്, പോക്കിലില്ല, മാവ, പാൻ പരാഗ്, അതൊക്കെയാണ് ഇതെല്ലാം. എടോ, അണ്ണാക്കിയിട്ട് ചവയ്ക്കുന്ന പാൻ മസാലയുടെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ എന്താണ് സാർ? ബാങ്ക് അക്കൗണ്ടിന്റെ പാൻ ഡീറ്റെയിൽ പറയാനാ. അത് തരാം സാർ, ഞാൻ തരാം. അപ്പൊ ഒന്നും പേടിക്കണ്ട. മറ്റന്നാളത്തെ പട്ടാമ്പിയിലെ കച്ചേരി നമ്മൾ അടിച്ചു പൊളിക്കുന്നു. ശരി സാർ. ഗോപിയേട്ടാ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ഗോപിയേട്ടൻ പാടി തുടങ്ങുമ്പോ എപ്പോഴാ ഞാൻ ഇങ്ങനെ കാണിക്കണ്ടേ? ഇങ്ങനെ കാണിക്കാൻ ടൈം കാണില്ല, ഡ്യൂറേഷൻ കൂടുതൽ. ഒരു കാര്യം ചെയ്യും, നീ അതെനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നാ മതി. അതെ, എല്ലാം സെറ്റല്ലേ? എല്ലാം ഓക്കെയാണ്, സെറ്റാണ്. ഞങ്ങളുടെ ലോഡ് പാട്ടുകാർ ഇതിൽ എത്തിയിട്ടില്ല. ലീഡ് പാട്ടുകാർ ഇതിൽ എത്തിയിട്ടില്ല. അങ്ങനെയൊന്നും പറയല്ല സുഹൃത്തെ, ഇവിടുത്തെ ഓഡിയൻസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്. എന്റെ കൈ പോലെ നിൽക്കുന്ന കാര്യങ്ങള്. നിങ്ങൾ പേടിക്കണ്ട. 3ാമത്തെ ക്ലാസ്സിൽ 4ാമത്തെ ഐസ് ഒഴിക്കുമ്പോഴേക്ക് ഞങ്ങൾ കച്ചേരി 7:30 മണിക്ക് തുടങ്ങാം. പിന്നെ ഞങ്ങളുടെ കച്ചേരിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ? ഞങ്ങളുടെ കച്ചേരിക്ക് മൃദംഗം വായിക്കുന്നത് ബംഗാളിൽ നിന്നുള്ള ഒരാളാണ്. ബംഗാളിക്ക് വായിച്ച് കുളമാക്കോ ഇത്? നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. പേടിക്കണ്ട, ഇത് ഗംഭീരമായിട്ട് മ്യൂസിക് വായിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ നോട്ട് ചെയ്തേക്കാം. പ്രിയമുള്ളവരെ, കൃത്യം 7:30 തന്നെ കല്ലൂർ രാമനാഥനും കല്ലൂർ ഗോപിനാഥനും അവതരിപ്പിക്കുന്ന സംഗീത സദസ് ഉണ്ടായിരിക്കുന്നതാണ്. ഈ പരിപാടി കാണുന്നതിലേക്ക് എല്ലാരെയും ഈ വേദിക്ക് മുന്നിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അപ്പൊ കിടക്കണം കേട്ടോ. ഞാൻ പുറത്താണ്. ഓക്കേ. സാർ. ഗോപി, ഈ രാമൻ എങ്ങോട്ടാ പോയേ? മദ്യം സേവിക്കാൻ പോയിട്ടുണ്ടാവും. ഇന്ന് കഷത്താണോ കാലിലാണോ ഇക്കിളി? വരുന്നുണ്ട് രാമേട്ടൻ. തുടങ്ങാം. ശ്രീവിനായകം നാമാത്മ്യകം राम कथा गान लयम मंगल में तंबुरु को अगरुग सागर है, सुदिलय सागर है, जाता है मैं गाता है, गा तू गया कादर में शारिग है, सागे को गा तू गया बार बार। राम कथा गान लयो मंगल में तंबुर को कगर का सागर है, सुदिलय सागर है,
പൊളിച്ചു മുത്തേ, നീ ഞങ്ങളെ മാനം കാത്ത്. ഈ ഒരൊറ്റ പാട്ട് കൊണ്ട് 5 പരിപാടിയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. എന്നെയോ? തന്റെ അല്ല, ഈ രാജീവ് ഭായിയുടെ. അത് നമ്മുടെ പെരുമ്പാവൂര്. ഇതിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായ, മലയാളി ചെയ്യേണ്ട ജോലി മലയാളി ചെയ്തില്ലെങ്കിൽ അത് വല്ലയിടത്തു നിന്നും വരുന്ന ബംഗാളി ചെയ്യും. ഗോപി, അതിന് എനിക്കും പറയാനുള്ളത്, ഇനി മുതൽ